കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് തവണ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കിട്ടിയിട്ടുള്ളവർ, പിന്നെ കുറേ നാളുകൾക്ക് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആകുന്ന കുറേ നാളുകളെന്ന് പറയുന്നത് ആ മെൻസ്ട്രൽ സൈക്കിളിൽ തന്നെയാണ് കേട്ടോ. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആകുന്നത്, ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് പോസിറ്റീവ് ആകുന്നത് ആയിട്ടുള്ള ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇങ്ങനെ പലതവണ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആവുകയും പിന്നെ സ്കാനിങ്ങിൽ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവോ ആകുന്നത് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് പീരീഡ് മിസ്സായതിന് ശേഷമാണ്. എന്നാൽ ചില സ്ത്രീകൾ ആൻസൈറ്റി മൂലവും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങളൊക്കെ മൂലം പ്രഗ്നൻസി വേഗം ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നത് ഏർലി പ്രഗ്നൻസിയിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സ്ത്രീകളിലാണ്. എല്ലാവരും തന്നെ ഏകദേശം ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറയുന്നത് പീരീഡ് മിസ്സായിട്ട് ഒരു 15 days എങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന അത്രം ലെവലിലുള്ള HCG ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ, പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. കാരണം ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള നോർമൽ ലെവലിൽ നമ്മുടെ പ്രഗ്നൻസിയിലെ HCG ഹോർമോൺ എത്തണം. അപ്പോൾ നമ്മൾ അതിന് മുൻപായിട്ട് എന്തെങ്കിലും ആൻസൈറ്റി മൂലമോ അതല്ലെങ്കിൽ നമുക്ക് കണ്ടുവരുന്ന ലക്ഷണങ്ങളൊക്കെ മൂലമോ നമ്മൾ നേരത്തെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സ്ത്രീകളിൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ചില സ്ത്രീകളെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ പോസിറ്റീവ് ആവും. ചിലപ്പോൾ നിങ്ങൾ ഗർഭിണി ആയിരുന്നിട്ട് കൂടി തന്നെയും നിങ്ങൾ വളരെ നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ളവർക്കാണ് ഫസ്റ്റായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടും പ്രഗ്നൻസി റിസൾട്ട് നെഗറ്റീവ് കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഫസ്റ്റത്തെ സ്ത്രീകൾ. രണ്ടാമത് വരുന്നത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാകുക, പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എക്സ്പയർ ആയതാകുക, അല്ലെങ്കിൽ ഒരുപാട് നാൾ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല എങ്കിൽ ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൻ്റെ ആക്യുറസി കുറയും. അങ്ങനെ ആക്യുറസി കുറഞ്ഞിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്ന കണ്ടെയ്നറിൽ എന്തെങ്കിലും, ഇപ്പോൾ ഫുഡ് വേസ്റ്റോ, ആ ഫുഡ് വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ആണെങ്കിൽ, ഏതെങ്കിലും നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളൊരു പാത്രമാണെങ്കിൽ അതിലുള്ള എന്തെങ്കിലുമുള്ള വേസ്റ്റുകൾ അതിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസസൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുപ്പിയുടെ മൂടിയോ ഒക്കെയാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ പാനീയങ്ങളോ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കണ്ടെയ്നർ നിങ്ങൾ കഴുകി ഉണക്കിയൊന്നും വെക്കാതെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു ഭക്ഷണ പാനീയത്തിൻ്റെ എന്തെങ്കിലും സാമ്പിൾ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാമ്പിളും നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലെ യൂറിൻ്റെ കൂടെ കലരുകയും നമുക്ക് റിസൾട്ട് മിസ്മാച്ച് ആയിട്ട് ചിലപ്പോൾ ഫോൾസ് നെഗറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് കിട്ടാനായിട്ട് അത് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രഗ്നൻസി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂറിൻ്റെ സാമ്പിൾ എടുക്കുന്ന കണ്ടെയ്നർ നമ്മൾ എന്തായാലും പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ചെയ്യാനായിട്ട് പ്രീ പ്ലാൻ ചെയ്യുമല്ലോ. ഇന്ന ദിവസം നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പ്രീ പ്ലാൻ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഏത് കണ്ടെയ്നറാണോ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, ഏത് പാത്രത്തിലാണോ നിങ്ങൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്, ആ ഒരു പാത്രം നേരത്തെ തന്നെ കഴുകി വൃത്തിയായി സോപ്പിട്ട് കഴുകി ഉണക്കി എടുത്ത് വയ്ക്കുക. അതിനുശേഷം അതിൽ വേറെ വെള്ളമൊന്നും കലർന്നിട്ടില്ല, അതല്ലെങ്കിൽ വേറെ ഭക്ഷണപാനീയങ്ങളോ അതിനകത്തായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഭക്ഷണപാനീയങ്ങളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തിട്ടുള്ള സ്പ്രേയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുള്ള ബോട്ടിലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് റിസൾട്ട് തെറ്റായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ ലക്ഷണങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ഡോക്ടറെ കണ്ടുപോയി സ്കാൻ ചെയ്ത് കഴിയുമ്പോഴോ ഒക്കെ ആയിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആണ് എന്നുള്ളത്. ഈ കാറ്റഗറിയിൽ പെടുന്ന സ്ത്രീകളാണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരുപാട് വെള്ളം കുടിക്കുക. അതായത് പ്രഗ്നൻസി നമ്മൾ മോർണിംഗിലാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തുടക്കത്തിലെ മോർണിംഗിലെ ഫസ്റ്റ് യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു ഇൻ ബിറ്റ്വീൻ നമ്മൾ ഉച്ചയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ രാത്രി ടെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ യൂറിനിലുണ്ടാവുന്ന HCG ഹോർമോൺ ഡൈല്യൂട്ടായി പോകുന്നു.
ഇങ്ങനെ ഡൈല്യൂട്ടായിട്ട് പോകുന്നത് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ കിട്ടുന്ന റിസൾട്ടിലും വ്യത്യാസം വരുന്നു. കാരണം HCG ഹോർമോൺ അവിടെ ഡൈല്യൂട്ടായി പോകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള HCG ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അടുത്ത കാറ്റഗറിയിൽ പെടുന്ന സ്ത്രീകളെന്ന് പറയുന്നത് പ്രഗ്നൻസി ഉണ്ട്, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കൺസീവ് ആയിട്ടുള്ളത് ട്വിൻസിനെയോ അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സിനെയോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കുന്ന സ്ത്രീകളിൽ ഹൂക്ക് എഫക്റ്റ് എന്നൊരു സംഭവം ഉണ്ട്, എന്നൊരു അവസ്ഥ ഉണ്ട്. ഹൂക്ക് എഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ HCG ഹോർമോണിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ വളരെ കൂടുതലായിരിക്കും. HCG ഹോർമോണിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ വളരെ കൂടുതലായി കഴിയുമ്പോഴേക്കും നമ്മുടെ സാധാ നോർമലി ഉള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ HCG ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു അവസ്ഥ മൂലം നമുക്ക് പ്രഗ്നൻസി റിസൾട്ട് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നതിന് നെഗറ്റീവ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്, ഹൂക്ക് എഫക്റ്റ് എന്നുള്ളൊരു പ്രതിഭാസം മൂലം. സാധാരണയായിട്ട് ഈ ഹൂക്ക് എഫക്റ്റ് ഉണ്ടാകുന്നത് ട്വിൻസോ അതിലധികമോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീകളിലാണ്. അപ്പോൾ ഈ ഹൂക്ക് എഫക്റ്റ് ഉണ്ടെങ്കിൽ കൂടി തന്നെ നമ്മളുടെ HCG ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടുതലായിരിക്കും. സാധാരണ നമ്മുടെ നോർമൽ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ലെവലിൽ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നമ്മുടെ HCG ഹോർമോൺ വളരുമ്പോഴേക്കും ആ അളവ് വെച്ചിട്ട് നമുക്ക് പ്രഗ്നൻസിയുടെ ആ ഒരു ടെസ്റ്റ് കിറ്റ് നെഗറ്റീവ് റിസൾട്ട് തരും. ഇത്തരം സിറ്റുവേഷനിലാണ് പ്രധാനമായിട്ട് നമുക്ക് പ്രഗ്നൻസി നെഗറ്റീവായിട്ട് കിട്ടുന്നത്. റിസൾട്ട് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ കൂടി തന്നെയും നെഗറ്റീവായിട്ട് കിട്ടുന്നത് ഇത്തരത്തിലുള്ള റീസണുകളിലാണ് ഉണ്ടാകുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള 4 റീസൺസ് നമുക്ക് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന റീസൺസ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോർ ആക്യുറേറ്റ് ആയിട്ടിരിക്കുക, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാതെ ഇരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട് പറ്റുന്നത്, റിസൾട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ പീരീഡ് മിസ്സായിട്ട് അറ്റ്ലീസ്റ്റ് 10 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് കുറച്ച് യൂറിൻ നിങ്ങൾ ഒഴിച്ച് കളഞ്ഞ് ബാക്കി യൂറിൻ നിങ്ങൾ കളക്ട് ചെയ്യുക. ഈ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. 99% ഒക്കെ വരെ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ ഈ ഹൂക്ക് എഫക്റ്റ് പോലെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് പ്രഗ്നൻസിയിൽ നിങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നെ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിൽ സിംറ്റംസ് ഉണ്ട്, നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ബ്ലഡ് ടെസ്റ്റിൽ ജസ്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നല്ല ചെയ്യേണ്ടത്, ബീറ്റ HCG ലെവൽ നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ലാബിൽ പോയിട്ട് ഇങ്ങനെ പറയുക, നിങ്ങൾക്ക് ബീറ്റ HCGയുടെ ലെവൽ അറിയണം, ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയണം. ജസ്റ്റ് നെഗറ്റീവ് പോസിറ്റീവ് ആ റിസൾട്ട് അല്ല വേണ്ടത് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. HCG ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട്, ആഡിക്വേറ്റ് ആയിട്ടുള്ള ലെവലിലുണ്ടോ, ഇതെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16 ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.